ഗ്രേസി എന്ന് ആ മാതാപിതാക്കൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഗ്രേസ് ബെഡിനെ പിന്നീട് ഒരിക്കലും ആരും കണ്ടിട്ടില്ല. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾക്കെല്ലാം ഉതകുന്ന തരത്തിലുള്ള തികച്ചും ക്രൂരമായ ഒരു മരണം തന്നെയായിരുന്നു ആൽബർട്ട് ഫിഷിനെ കാത്തിരുന്നത്. 1928 ജൂൺ 3 ശിശിരകാലത്തിന്റെ ഉറക്കച്ചടവിൽ നിന്നും വേനൽക്കാലത്തിന്റെ ഉന്മേഷത്തിലേക്ക് ന്യൂയോർക്ക് സിറ്റിയുടെ തെരുവോരങ്ങൾ ഉണർന്നെഴുന്നേറ്റിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. പുലർക്കാലത്തിന്റെ ഇളം വെയിൽ ആസ്വദിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റി നിവാസികൾ അവരുടെ ദൈനംദിന പ്രവൃത്തികളിലേക്ക് കടക്കുന്നു. അവർക്കിടയിലൂടെ അല്പം പ്രായം ചെന്ന സാധുവായ ഒരു മനുഷ്യനെ പോലെ തോന്നിക്കുന്ന ഒരാൾ നടന്നു പോകുന്നു. തിരക്കേറിയ തെരുവോരങ്ങളിൽ നിന്നും അയാൾ പതുക്കെ തിരക്കെല്ലാം ഒഴിഞ്ഞ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെ തന്റെ നടത്തം തുടരുന്നു. അവിടെ 15th സ്ട്രീറ്റിൽ 406 നമ്പർ വീടാണ് അയാളുടെ ലക്ഷ്യം. ആ വീട്ടിലാണ് അയാൾ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് വേൾഡ് എന്ന പത്രത്തിന്റെ സൺഡേ എഡിഷനിൽ കണ്ട പരസ്യത്തിൽ പരാമർശിക്കുന്ന പയ്യൻ താമസിക്കുന്നത്. യങ് മാൻ 18 വിഷസ് പൊസിഷൻ ഇൻ കൺട്രി എഡ്വേർഡ് ബർഡ് 406 വെസ്റ്റ് 15th സ്ട്രീറ്റ്. ഇതാണ് അയാൾ കണ്ട പത്രപരസ്യത്തിലെ വാചകം. തനിക്ക് എഡ്വേർഡിനെ പോലെ ഒരാളെ ജോലിക്ക് വേണമെന്നും എഡ്വേർഡിനെ ഹയർ ചെയ്യാനാണ് താൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങുന്ന അയാൾ ബർഡ് ഫാമിലിയുമായി പെട്ടെന്ന് ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്നു. സംസാരത്തിനിടയിൽ 10 വയസ്സ് പ്രായമുള്ള ബർഡ് ഫാമിലിയിലെ ഏറ്റവും ഇളയ കുഞ്ഞായ ഗ്രേസ് ബെഡിൽ അയാളുടെ കണ്ണുകൾ ഉടക്കുന്നു. തന്റെ അനന്തിരവൾക്ക് ഗ്രേസിന്റെ പ്രായമാണെന്നും അവൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് എന്നും ഇന്ന് അവളുടെ പിറന്നാളാണെന്നും അയാൾ അവരോട് പറയുന്നു. സാധിക്കുമെങ്കിൽ ഗ്രേസിനെ തന്റെ കൂടെ ബർത്ത്ഡേ പാർട്ടിക്കായി അയക്കാമോ, അത് തന്റെ അനന്തിരവൾക്ക് വലിയ സന്തോഷമാകുമെന്നും അയാൾ അവരോട് പറയുന്നു. സാധുവായ ആ മനുഷ്യനിൽ സംശയമൊന്നും തോന്നാതിരുന്ന ബർഡ് ഫാമിലി കുട്ടിയെ അയാളോടൊപ്പം അയക്കുന്നു. ഗ്രേസി എന്ന് ആ മാതാപിതാക്കൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഗ്രേസ് ബെഡിനെ പിന്നീട് ഒരിക്കലും ആരും കണ്ടിട്ടില്ല. 7 മിനിറ്റ് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2025 മെയ് 23 ഇറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്ന സിനിമയിൽ സിജു വിൽസൺ അവതരിപ്പിക്കുന്ന ശംഭു എന്ന കഥാപാത്രം അമേരിക്കയിൽ ജനിച്ച ഒരു സീരിയൽ കില്ലറെ കുറിച്ച് പറയുന്നുണ്ട്. ദ ബൂഗി മാൻ എന്നറിയപ്പെടുന്ന ആ സീരിയൽ കില്ലറിന്റെ യഥാർത്ഥ പേര് ആൽബർട്ട് ഫിഷ് എന്നാണ്. ഗ്രേ മാൻ, ദ വെയർവൂൾഫ് ഓഫ് വിസ്റ്റീരിയ, ദ ബ്രൂക്ലിൻ വാമ്പയർ, ദ മൂൺ മാനിയാക് എന്നെല്ലാം തുടങ്ങി പല പേരുകളും അന്നത്തെ മാധ്യമങ്ങൾ അയാൾക്ക് ചാർത്തി നൽകിയിരുന്നു. ഗ്രേസ് ബെഡിന്റെ തിരോധാനം അന്വേഷിച്ച ഡിറ്റക്റ്റീവ് വില്യം കിങ് 1934 ഡിസംബർ 13 ആൽബർട്ട് ഫിഷിനെ പിടികൂടുകയുണ്ടായി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലുമായി ചുരുളഴിക്കപ്പെട്ടത് ആൽബർട്ട് ഫിഷ് എന്ന സൈക്കോപാത്ത് നടത്തിയ ആരും കേട്ടാൽ സ്തംഭിച്ചു പോകുന്ന കുറ്റകൃത്യങ്ങളുടെ ഭീതിപ്പെടുത്തുന്ന കഥകളായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക, അവരെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്നുകളയുക, കൊന്നതിന് ശേഷം അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷണമാക്കുക തുടങ്ങിയവയായിരുന്നു ആൽബർട്ട് ഫിഷിന്റെ വിനോദങ്ങൾ. ഗ്രേസിന് പുറമെ 1924 8 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഫ്രാൻസിസ് മക്ഡൊണാൾഡ്, 1927 4 വയസ്സ് പ്രായമുണ്ടായിരുന്ന ബില്ലി ഗോഫ്നി എന്നീ കുട്ടികളെയും ആൽബർട്ട് ഫിഷ് ഈ രീതിയിൽ തന്നെ കൊലപ്പെടുത്തിയതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ ലഭിക്കാതിരുന്ന മറ്റു പല കേസുകളിലും ഇയാൾ തന്നെ ആയിരിക്കാം പ്രതി എന്ന അനുമാനവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു. 1927 കൊല്ലപ്പെട്ട 12 വയസ്സ് പ്രായമുള്ള എറ്റ അബ്രമൂവിസ് എന്ന പെൺകുട്ടിയും 1932 കൊല്ലപ്പെട്ട മേരി എലനോ കോണർ എന്ന 16 വയസ്സുകാരിയും ഇതിൽ പെടുന്നു. മേരിയുടെ മൃതദേഹം വളരെയധികം വികൃതമാക്കപ്പെട്ട രീതിയിലാണ് കണ്ടെടുക്കപ്പെട്ടത്. ഈ കൊലപാതകങ്ങൾക്കെല്ലാം പുറമെ 100ഓളം ആൺകുട്ടികളെ താൻ ലൈംഗികമായി ആക്രമിച്ചിട്ടുണ്ട് എന്നും ആൽബർട്ട് ഫിഷ് ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരായ കുട്ടികളെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശാരീരിക വൈകല്യമുള്ള കുട്ടികളെയൊക്കെയാണ് അയാൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിന് കാരണമായി അയാൾ പറഞ്ഞത് ഇത്തരം കുട്ടികൾക്ക് എതിരായ അതിക്രമങ്ങൾ പോലീസ് കൃത്യമായി അന്വേഷിക്കാറില്ല, അതുകൊണ്ട് പിടിക്കപ്പെടാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ്. ഓരോ കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളിയതിനു ശേഷം ആ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിലേക്ക് അയാൾ ഒരു കത്ത് എഴുതുമായിരുന്നു. എങ്ങനെയാണ് താൻ ആ കുഞ്ഞിനെ കൊന്നതെന്നും എന്തൊക്കെ വൈകൃതങ്ങളും അതിക്രമങ്ങളും കാട്ടിക്കൂട്ടിയെന്നും കൊന്നതിന് ശേഷം താൻ ആ കുഞ്ഞിന്റെ ശരീരം എന്തു ചെയ്തെന്നുമെല്ലാം ആ കത്തിൽ അയാൾ കൃത്യമായി വിവരിക്കുമായിരുന്നു. ഈ പ്രവൃത്തി അയാൾക്ക് വല്ലാത്തൊരു സൈക്കിക് കിക്ക് നൽകിയിരുന്നു എന്നും അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം ബർഡ് ഫാമിലിക്കും ഒരു കത്ത് ലഭിക്കുകയുണ്ടായി.
ഉള്ളടക്കം കുറച്ചധികം ഭീകരമായിരുന്നത് കൊണ്ട് തന്നെ അധികൃതർ ആ കത്ത് പുറത്തുവിട്ടില്ല. ആ കത്തിന്റെ പിറകെയുള്ള അന്വേഷണത്തിന് ഒടുവിലാണ് ഡിറ്റക്റ്റീവ് വില്യം കിങ്ങിനെ ബൂഗിമാനെ ട്രേസ് ചെയ്യാനും പിടികൂടാനും സാധിച്ചത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ മാത്രമല്ല, സ്വയം വേദനിക്കുന്നതിലും അയാൾ ആനന്ദം കണ്ടെത്തിയിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള വൈദ്യ പരിശോധനയിൽ അയാളുടെ ശരീരത്തിൽ നിന്നും 30ഓളം തുന്നൽ സൂചികളും ചൂണ്ടക്കൊളുത്തുകളുമെല്ലാമാണ് കണ്ടെടുക്കുകയുണ്ടായത്. ഏതൊരു സൈക്കോപാത്തിനെയും പോലെ ആൽബർട്ട് ഫിഷിനെയും ഒരു നികൃഷ്ട ജീവിയാക്കി മാറ്റുന്നതിൽ അയാളുടെ ബാല്യകാലം വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. 1870 വാഷിംഗ്ടൺ DC-യിലാണ് അയാളുടെ ജനനം. ആൽബർട്ടിന് 5 വയസ്സുള്ളപ്പോൾ അയാളുടെ പിതാവ് മരണപ്പെട്ടു. അതിനുശേഷം ആൽബർട്ടിനെ അയാളുടെ മാതാവ് ഒരു ഓർഫനേജിൽ ആക്കുകയുണ്ടായി. ഓർഫനേജിൽ അയാളെ കാത്തിരുന്നത് അത്ര നല്ല അനുഭവങ്ങളൊന്നുമല്ല. പലപ്പോഴും ക്രൂരമായ പീഡനങ്ങളാണ് അയാൾ ഓർഫനേജ് അധികൃതരിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒത്തിരി തല്ല് കിട്ടാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ആൽബർട്ട് ഫിഷ് തന്റെ ഓർഫനേജിലെ ജീവിതത്തെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയത്. ആദ്യമൊക്കെ ഈ തല്ലിനെയും വേദനയെയും ഒക്കെ ഭയപ്പെട്ടിരുന്ന അയാൾ പിന്നീട് അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. സ്വയം വേദനിക്കുന്നതിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലും അയാൾ ഒരു തരം സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ തന്നെ കണ്ടെത്താൻ തുടങ്ങി. സൈഡോ മസോക്കിസം എന്നാണ് ഈ മാനസികാവസ്ഥയ്ക്ക് സൈക്കോളജിയിൽ പറയുന്ന പേര്. ഇതിനു പുറമെ കൃത്യമായി ഉച്ചരിക്കാൻ പോലും സാധിക്കാത്ത പേരുകളുള്ള 1 ഡസനോളം മാനസിക വൈകല്യങ്ങളും ഇയാളിൽ കണ്ടെത്തുകയുണ്ടായി. ആൽബർട്ട് ഫിഷിന്റെ കോടതി വ്യവഹാരങ്ങളിൽ ഡിഫൻസ് കൗൺസിലായിരുന്ന ജെയിംസ് ഡെംസി കോടതിയിലുള്ള തന്റെ വാദത്തിൽ ആൽബർട്ട് ഫിഷിനെ വിശേഷിപ്പിച്ചത് എ സൈക്കാട്രിക് ഫിനോമിനോൺ എന്നാണ്. താൻ ഒരു മാനസിക രോഗിയാണെന്നും കുട്ടികളെ കൊല്ലണമെന്ന് ദൈവം തന്നോട് പറയുന്നത് പോലെ താൻ പലപ്പോഴും കേൾക്കാറുണ്ട് എന്നും പ്രത്യേക മാനസികാവസ്ഥ പരിഗണിച്ച് തന്നെ വെറുതെ വിടണമെന്നുമെല്ലാം ആൽബർട്ട് ഫിഷ് വാദിച്ചെങ്കിലും കോടതി അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഉണ്ടായത്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾക്കെല്ലാം ഉതകുന്ന തരത്തിലുള്ള തികച്ചും ക്രൂരമായ ഒരു മരണം തന്നെയായിരുന്നു ആൽബർട്ട് ഫിഷിനെ കാത്തിരുന്നത്. 1936 ജനുവരി 16 ന്യൂയോർക്കിലെ സിംഗ് ജയിലിൽ വെച്ച് ഒരു ഇലക്ട്രിക് ചെയറിൽ ഇരുത്തി ഷോക്ക് അടിപ്പിച്ചുകൊണ്ടാണ് അയാളുടെ വധശിക്ഷ നടപ്പാക്കപ്പെട്ടത്. മറ്റൊരു ചരിത്ര കഥയുമായി 7 മിനിറ്റ് സ്റ്റോറിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമന്റ്.